21-ാം വയസ്സിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി തിരുവനന്തപുരം കോർപ്പറേഷന്റെ തലപ്പത്തെത്തി തലസ്ഥാന നഗരിയെ നയിച്ച ആര്യ രാജേന്ദ്രൻ ഇപ്പോൾ എവിടെയാണ്? 2025-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ മാറി നിന്ന ആര്യ 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനി മത്സരിക്കുമോ? 5 വർഷം തിരുവനന്തപുരം മേയറായിരുന്ന ആര്യ രാജേന്ദ്രൻ 2025-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM-നായി വോട്ട് തേടി പ്രചാരണത്തിന് ഇറങ്ങിയില്ല എന്നത് ഏവരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു. നിലവിൽ CPIM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗമായ ആര്യ പാർട്ടി സംഘടനാ രംഗത്ത് ഇപ്പോൾ സജീവമാണ്. 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കും വലിയ പ്രാധാന്യം നൽകാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ ഏതെങ്കിലും ഒരു പ്രധാന മണ്ഡലത്തിൽ ആര്യ രാജേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കാൻ CPIM ആലോചിക്കുന്നുണ്ട്. വട്ടിയൂർക്കാവ് അല്ലെങ്കിൽ നേമം മണ്ഡലമാണ് ആര്യ മത്സരിക്കാൻ കൂടുതൽ സാധ്യത. മേയർ എന്ന നിലയിലുള്ള പരിചയ സമ്പത്തും യുവജനതയ്ക്കിടയിലുള്ള സ്വാധീനവും ആര്യയ്ക്ക് വോട്ടാകുമെന്നാണ് പാർട്ടിയുടെ പ്രാഥമിക കണക്കുകൂട്ടൽ. ചെറുപ്രായത്തിൽ തന്നെ മേയറായെങ്കിലും ആര്യയുടെ രാഷ്ട്രീയ ജീവിതം അത്ര സുഗമമായിരുന്നില്ല. മേയറായിരിക്കെ നേരിട്ട വിവാദങ്ങൾ, പ്രത്യേകിച്ച് KSRTC ഡ്രൈവർ യദുവുമായുണ്ടായ തർക്കം ഇപ്പോഴും നിയമ പോരാട്ടമായി തുടരുകയാണ്. ഇത്തരം വിവാദങ്ങൾ തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം ആയുധമാക്കാൻ സാധ്യതയുണ്ടെന്ന് പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗം കരുതുന്നുണ്ട്. കേരള രാഷ്ട്രീയത്തിലെ യുവ നേതാവ് എന്ന ഇമേജ് നിലനിർത്തിക്കൊണ്ട് ആര്യ രാജേന്ദ്രൻ നിയമസഭയിലെത്തണോ അതോ സംഘടനാ രംഗത്ത് തന്നെ തുടരണോ എന്ന കാര്യത്തിൽ CPIM ഉടൻ തന്നെ തീരുമാനമെടുക്കും. ആര്യ രാജേന്ദ്രൻ 2026-ൽ മത്സരിക്കണം എന്നാണോ നിങ്ങൾ കരുതുന്നത്? എങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക.